എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ഹൈന്ദവ സാരോപദേശത്തിൽ ഇങ്ങനെ ഒരു സന്ദേശമുണ്ട്. ആയുഷഖണ്ഡമാദായം രവിരസ്തമയം ഗത അഹന്യ ഹനിബോധവ്യം കിതമേൽ സുഹൃതം കിത. സൂര്യൻ ഒരു ദിവസം കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസിന്റെ ഒരു ഭാഗം കൂടെ അതിൽ അലിഞ്ഞു ചേരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും സൂര്യന്റെ ഉദയവും അസ്തമയവും കാണാൻ കടൽ തീരങ്ങളിലേക്ക് ചെന്ന് അവിടെ ആ ഭംഗി ആസ്വദിച്ച് മടങ്ങിപ്പോരുന്നവരാണ്. നമ്മൾ ഈ ഭംഗി ആസ്വദിച്ച് മടങ്ങിപ്പോരുമ്പോഴും നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം അതിൽ അലിഞ്ഞു ചേർന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുള്ളവരാണ്. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. ഇതാണ് മനുഷ്യന്റെ ആയുസ്സിന്റെ അവസ്ഥ. അതുകൊണ്ട് ലഭിക്കുന്ന 4 വിരൽ നീളമുള്ള ആയുസ്, അല്ലെങ്കിൽ ലഭിക്കുന്ന 70, ഏറെയായാൽ 80 സംവത്സരം, ലഭിക്കുന്ന അത്രയും സമയം കർത്താവിൻ്റെ സന്നിധിയിൽ മഹനീയമായ ജീവിതം കാഴ്ചവെക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഞങ്ങൾ ഈ സൂര്യന്റെ ഉദയവും അസ്തമയവും ഒക്കെ ആസ്വദിക്കുമ്പോഴും ഞങ്ങളുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കൂടെ അതിൽ അലിഞ്ഞു ചേരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമുള്ളവരാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, നീ അവിടെ നിന്ന് ഞങ്ങളെ ബോധിപ്പിക്കുന്നല്ലോ ഞങ്ങളുടെ ആയുസ് നൈമിഷികമാണെന്ന്. ആ നൈമിഷികമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ നന്മ ചെയ്തുകൊണ്ട്, കർത്താവിന് ഹിതകരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നിന്നെ സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ഹിതകരമായുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സ്വർഗ്ഗമേ ഇടയാക്കണം. എല്ലാവരും തൃക്കരങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ പകലിലും അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കൊടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.